നിങ്ങളുടെ സമ്മതത്തോടെയാണോ അവർ വന്നത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നത് മറച്ചു വച്ചിട്ടാണോ അവർ ഈ വിസിറ്റ് നടത്തിയത് എന്നൊന്നും എനിക്ക് അറിയുകയോ അന്വേഷിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഞാനത് സമ്മതിക്കുന്നു. അതൊന്നും ഡോക്ടറുടെ കൺസേൺ അല്ലായിരിക്കാം. പക്ഷേ ഇങ്ങനൊരു മേജർ സർജറിക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പ് പേഷ്യൻറ്റിൻ്റെ ഫാമിലി ഹിസ്റ്ററി, ഐ മീൻ അച്ഛൻ്റെയും അമ്മയുടെയും പൂർണ്ണ സമ്മതത്തോടെയാണോ പേഷ്യൻ്റ് സർജറിക്ക് തയ്യാറാവുന്നത് എന്ന് അന്വേഷിക്കേണ്ട ഒരു ധാർമ്മികത ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമായിരുന്നു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഡോക്ടർ ഒരു ഫാമിലി മാൻ ആയിരിക്കുമല്ലോ. ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ, ഒരു അച്ഛൻ എന്ന നിലയിൽ ഫാമിലിയിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും തൻ്റെ അറിവോടെയും സമ്മതത്തോടെ ആയിരിക്കണമെന്ന് താങ്കളും ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. ഒരു ഉദാഹരണത്തിന്, താങ്കളുടെ മിസ്സിസും മോളും കൂടി നിങ്ങൾ അറിയാതെ ഇങ്ങനൊരു തീരുമാനം എടുത്താൽ എന്തായിരിക്കും ഡോക്ടറുടെ ഒരു പേഴ്സണൽ ഫീൽ? ഇപ്പൊ ഞാനിരിക്കുന്ന പോലെ എൻ്റെ ഈ സ്ഥാനത്ത് ഡോക്ടറും ഉറപ്പായി ഉണ്ടാവുമായിരുന്നില്ലേ? വിജയ് പണിക്കരുടെ ധാർമ്മിക രോഷം ഞാൻ മനസ്സിലാക്കുന്നു. വ്യക്തിപരമായി നിങ്ങൾ ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയും ചെയ്യുന്നു. പറയുന്നത് കൊണ്ട് വേറൊന്നും തോന്നരുത്. ഒരു ഡോക്ടറുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങളുടെ ഈ രോഷപ്രകടനം അർഹിക്കുന്ന പ്രാധാന്യത്തോടെ തള്ളിക്കളയാൻ എനിക്ക് കഴിയും. ഒന്നാമത്തെ കാര്യം, വസ്തുതകൾ പൂർണ്ണമായി മനസ്സിലാക്കാതെയാണ് നിങ്ങൾ എന്നോട് ആർഗ്യുമെന്റിന് വന്നിരിക്കുന്നത്. ഡോക്ടർ ഈ കാര്യത്തിൽ നിരപരാധിയാണെന്ന് പ്രൂവ് ചെയ്യാനാണെങ്കിൽ സോറി, അത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. സി മിസ്റ്റർ പണിക്കർ, ഒരു തർക്കത്തിനോ വഴക്കിനോ ആണ് താങ്കൾ വന്നിരിക്കുന്നതെങ്കിൽ തുടക്കത്തിലേ പറയട്ടെ, ഈ സംസാരം നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതല്ല, മറിച്ച് നിങ്ങളുടെ മകളും ഭാര്യയും ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാനാണെങ്കിൽ ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കാനുള്ള മനസ്സ് കാണിക്കുകയാണ് വേണ്ടത്. ടു ബി ഫ്രാങ്ക്, ഒരു അച്ഛനെന്ന നിലയിൽ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൻ്റെ ഡെപ്ത് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ സമയം നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാകുന്നത്. ശരി, എന്താണ് ഇതിനെക്കുറിച്ച് ഡോക്ടർക്ക് പറയാനുള്ളത്? പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു സർജറിയുടെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് ആദ്യം ഇവിടെ എത്തിയത് താങ്കളുടെ മകളാണ്. ആ കുട്ടിയെ എനിക്ക് റെഫർ ചെയ്തത് എൻ്റെ പരിചയത്തിലുള്ള ഒരു ജൂനിയർ ഡോക്ടറാണ്. ഡോക്ടർ ജോബിനാണത്? സോറി, അതാരാണെന്ന് വെളിപ്പെടുത്തുന്നത് ശരിയല്ല. സോ പ്ലീസ് എന്നെ അതിന് നിർബന്ധിക്കരുത്. ആ കുട്ടിയുമായുള്ള ഇൻട്രാക്ഷനിൽ നിന്ന് അപൂർവയുടെ കേസ് ജെനുവിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ട്രാൻസ് പേഴ്സണാലിറ്റിയുടെ എല്ലാ ലക്ഷണങ്ങളും അപൂർവയിൽ പ്രകടമായിരുന്നു. എത്രയും വേഗം തന്നെ സർജറിക്ക് വിധേയമാക്കണമെന്നായിരുന്നു അപൂർവയുടെ ആവശ്യം. വന്നപ്പോൾ താങ്കൾ ആരോപിച്ച പോലെ മണി മേക്കിംഗ് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യമെങ്കിൽ അപൂർവയുടെ ആ കൺസെൻറ്റ് മാത്രം മതിയായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ ആ കുട്ടിയെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ താങ്കളോടും ഞാൻ അതിന് തന്നെയാണ് ശ്രമിക്കുന്നത്. താങ്കൾ കരുതുന്നത് പോലെ പാരൻസിൻ്റെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സർജറി നടത്താൻ പറ്റൂ എന്നില്ല. ഇത്തരം സെക്സ് റീഅസൈൻമെൻറ്റ് സർജറിക്ക് വിധേയമാകുന്നവർക്ക് ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്തേക്ക് ആരെ വേണമെങ്കിലും ദത്തെടുക്കാം. അവരുടെ കൺസെൻറ്റ് മാത്രം മതിയാവും ഈ സർജറിക്ക്. സാധാരണ ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ പരസ്പരം പാരൻഷിപ്പ് ദത്തെടുക്കുകയാണ് പതിവ്. പറഞ്ഞു വരുന്നത്, താങ്കളോ താങ്കളുടെ ഭാര്യയോ സമ്മതിച്ചില്ലെങ്കിൽ തന്നെ ഒരു തേർഡ് പാർട്ടിയുടെ സമ്മതത്തോടെ അപൂർവയ്ക്ക് ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകാവുന്നതേ ഉള്ളൂ. അതിന് അവൾക്ക് നിയമപരമായി എല്ലാ പരിരക്ഷയും നമ്മുടെ സ്റ്റേറ്റ് എൻഷുർ ചെയ്യുന്നുണ്ട്. അപൂർവയോട് ഞാൻ ആദ്യം അന്വേഷിച്ചത് ഈ വിഷയത്തിൽ അവളുടെ വീട്ടുകാരുടെ നിലപാടെന്താണെന്നാണ്. അമ്മയുടെ സപ്പോർട്ട് തനിക്കുണ്ടെന്നും അച്ഛൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലെന്നും അപൂർവ എന്നോട് തുറന്നു പറഞ്ഞു. അങ്ങനെയാണ് അമ്മയെ കൂട്ടി വരാൻ ഞാൻ അപൂർവയോട് ആവശ്യപ്പെട്ടത്. പറഞ്ഞതുപോലെ പിന്നീട് അപൂർവ എന്നെ കാണാനെത്തുന്നത് അമ്മയും കൂട്ടിയായിരുന്നു. അപൂർവ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. തൻ്റെ കുട്ടിയുടെ മനസ്സെന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ ആ അമ്മയ്ക്ക് സാധിച്ചു. പക്ഷേ അവരെ ആശങ്കപ്പെടുത്തിയത് ഈ വിഷയത്തിൽ ഭർത്താവായ നിങ്ങളുടെ നിസ്സഹകരണമാണ്. ഒരു തരത്തിലും മകളുടെ ആഗ്രഹത്തിന് നിങ്ങൾ വഴങ്ങില്ലെന്ന് ആ സ്ത്രീക്ക് ഉറപ്പുണ്ടായിരുന്നു. അവരുടെ ആ പേടിയും ഉത്കണ്ഠയും കണ്ടപ്പോൾ
നിങ്ങളെ ഒന്ന് നേരിൽ കണ്ട് സംസാരിച്ചാൽ കാര്യങ്ങൾ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. സത്യത്തിൽ നിങ്ങൾ അപൂർവയുടെ അച്ഛനാണെന്നറിഞ്ഞപ്പോൾ ഞാൻ കരുതിയത് അവർ പറഞ്ഞിട്ടാവും നിങ്ങൾ എന്നെ കാണാൻ വന്നതെന്ന്. നോ, എൻ്റെ ഈ വരവ് അവരറിയാതെയാണ്. ഡോക്ടർ, എനിക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്യാൻ പറ്റുമോ? എന്ത് ഫേവറാണ് പണിക്കർ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇനി അഥവാ എൻ്റെ സമ്മതമില്ലാതെ അമ്മയും മോളും കൂടി ഈ സർജറിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ഡോക്ടർ അതിന് കൂട്ടുനിൽക്കരുത്. പ്ലീസ്, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഐ ആം സോറി മിസ്റ്റർ പണിക്കർ. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ചെയ്തിട്ടും നിങ്ങൾ കാര്യങ്ങൾ വേണ്ട വിധം മനസ്സിലാക്കാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. ഇല്ല ഡോക്ടർ, നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും എത്ര വിശദീകരിച്ചാലും ഞാനതിന് സമ്മതിക്കില്ല. അതെൻ്റെ ഉറച്ച തീരുമാനമാണ്. ഓക്കെ ആസ് യു വിഷ്. ഒരു ഗൃഹനാഥൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഈ കാര്യത്തിൽ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഒരു കാര്യം ഓർത്താൽ നല്ലത്, എന്തു വന്നാലും താങ്കൾ ഇതിന് സമ്മതിക്കില്ല എന്ന് വാശി പിടിക്കുന്നത് പോലെ താങ്കളുടെ മകൾക്കും സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെന്ന് മറക്കരുത്. ഇനി നിങ്ങളുടെ ആവശ്യപ്രകാരം ഞാൻ ഈ സർജറിയിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്ന് തന്നെ വെച്ചോളൂ. ഈ നാട്ടിൽ വേറെയും സർജന്മാരുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് എന്ത് വേണമെന്ന് ശരിക്കും ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുന്നതാവും ഉചിതം. വികാരപൂർവ്വം കാര്യങ്ങളെ സമീപിക്കുന്നതിനേക്കാൾ നല്ലതാണ് വിവേകപൂർവ്വം ഒരു തീരുമാനമെടുക്കുന്നത്. ഓക്കെ മിസ്റ്റർ പണിക്കർ, കാണാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഹലോ ആൻറ്റി, സുഖല്ലേ? രണ്ടുപേരും എന്താ പതിവില്ലാതെ ഈ വഴിക്ക്? വെറുതെ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അപ്പുവിനെ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു. വിളിച്ചപ്പോ എന്തോ ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞു. എന്നാ നേരിൽ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാന്ന് കരുതി. അവക്ക് കുഴപ്പമൊന്നുമില്ല. വീണപ്പോ കൈതേ ഇവിടെ നിന്ന് സ്ലിപ്പായി, അത് മാറുകയും ചെയ്തു. ഭാഗ്യത്തിന് മുരളി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാ മാളു വിശേഷം? അശ്വതിക്ക് മുത്തശ്ശിക്കൊക്കെ സുഖമല്ലേ? ഇങ്ങോട്ട് വരുന്ന കാര്യം വീട്ടിൽ പറഞ്ഞിട്ടാണോ പോകുന്നത്? ഇനി അതിന്റെ പേരിൽ മുരളി ഇവിടെ വന്ന് നിന്നെ വഴക്ക് പറയോ ഉപദ്രവിക്കുകയോ ചെയ്താ അത് പിന്നെ എനിക്കൊരു സങ്കടമാവും. ആ കാര്യം ഓർത്ത് ആൻറ്റി ടെൻഷൻ അടിക്കണ്ട. മാളുവിനെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റിയും എനിക്ക്. അതിന്റെ പേരിൽ ആരും ഇവിടെ വന്ന് ഒരു ഇഷ്യൂ ഉണ്ടാക്കില്ലെന്ന് ഞാൻ ഉറപ്പായിരുന്നു. ഡേസി എന്ത് പറയുന്നു? സുഖമല്ലേ? മമ്മി സുഖമായിട്ടിരിക്കുന്നു. ആന്റി അങ്കിളും അങ്ങോട്ട് വിളിക്കാത്തതിന്റെ പരിഭവം പരാതിയൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. മനഃപൂർവ്വം വിളിക്കാത്ത അല്ല ജോബിൻ. ഇവിടുത്തെ ഒരു സാഹചര്യമൊക്കെ മോന് ഊഹിക്കാമല്ലോ. വിളിച്ചാലും നല്ല വർത്തമാനങ്ങളൊന്നും ഇല്ലല്ലോ പറയാൻ. അതാ പിന്നെയും മടിക്കുന്നത്. നിങ്ങൾ വാ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട ആന്റി, വരുന്ന വഴിക്ക് ഞങ്ങൾ ഓരോ ജ്യൂസ് കഴിച്ചു. ഇപ്പൊ ഒന്നും വേണ്ട. വിജയങ്ങൾ ഇവിടെ ഇല്ലേ? ഇല്ല, കുറച്ചു മുമ്പ് പുറത്തേക്ക് പോയി. വാ ഇരിക്ക്. എന്താ ജോബിൻ, VP കാണേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ? അങ്കിളിനെ കാണാനല്ല, ആന്റിയെ കണ്ട് അപ്പുവിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനാ ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നത്. അങ്കിളിന്റെ പ്രസൻസിൽ അത് എത്രമാത്രം സക്സസ് ആവുമെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. ആന്റി അപ്പുവിനൊപ്പം ഡോക്ടർ അരവിന്ദ് കുമാറിനെ പോയി കണ്ടിരുന്നു അല്ലേ? ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ട് എന്തു തോന്നുന്നു? എനിക്കറിയില്ല ജോബിൻ. എത്ര ആലോചിച്ചിട്ടും ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല എനിക്ക്. ഒരു ഭാഗത്ത് സർജറി ഉടനെ വേണമെന്ന് അപ്പു വാശി പിടിക്കുന്നു. മറുഭാഗത്ത് അവക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്ന VP. രണ്ടുപേർക്കിടയിൽപ്പെട്ട്
ഞാൻ ആകെ നട്ടം തിരിയുക. എബ്രോഡിൽ നിന്ന് വന്ന ഒരു പ്രപ്പോസലിനെ കുറിച്ച് അപ്പോൾ എന്നോടും സൂചിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ അതുമായി മുന്നോട്ട് പോകാതിരിക്കുന്നതല്ലേ നല്ലത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോബിൻ? അപ്പുവിന്റെ മനസ്സെന്താണെന്നും അവളുടെ തീരുമാനത്തെ പറ്റിയൊന്നും ഇപ്പോഴും വിപിക്ക് ഒന്നും അറിയില്ല. ഇനി അവളുടെ മനസ്സെങ്ങാനും മാറിയാലോ എന്ന് പേടിച്ചിട്ടാ കല്യാണക്കാര്യത്തില് വിപി ഇങ്ങനെ ധൃതി കൂട്ടുന്നത്. സത്യം എന്താണെന്ന് ഇനിയും അങ്കിളിനോട് തുറന്നു പറയാതിരിക്കുന്നതിൽ കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സർജറി ഉടനെ വേണമെന്ന് വാശി പിടിക്കുന്നത് അങ്കിൾ ഈ പ്രപ്പോസലുമായി മുന്നോട്ട് പോകുന്നതുകൊണ്ടാ. തൽക്കാലം അതൊന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയ സർജറിയെപ്പറ്റി സാവകാശം ആലോചിക്കാൻ അപ്പു തയ്യാറാവും. അങ്കിളിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ നമുക്ക് ആവശ്യത്തിന് സമയവും കിട്ടും. അതൊക്കെ ശരിയാണ്. പക്ഷേ എന്ത് പറഞ്ഞ് നമ്മൾ വിപി ഇതിന്ന് ബ്ലോക്ക് ചെയ്യും? ഇപ്പൊ തന്നെ ഞാനും അപ്പും കൂടെ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ വിപിക്കുണ്ട്. എങ്കിൽ പിന്നെ ഇനി അത് എത്രയും പെട്ടെന്ന് അങ്കിളിനോട് തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലത്. അപ്പ റൂമിലുണ്ടോ ആന്റി? ഞാനൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴി തെളിയുന്നുണ്ട്. വിജയങ്ങളിനെയും കൂട്ടി ഒരു ദിവസം ആന്റി വീട്ടിലേക്ക് ഇറങ്ങാം. ഞാനും ഒന്ന് ഫ്രീ ആവാം. അപ്പുവിന്റെ യഥാർത്ഥ ഇഷ്യൂ അങ്കിളിനോട് നമുക്ക് മമ്മിയെ കൊണ്ട് പ്രസന്റ് ചെയ്യിക്കാം. നമ്മൾ 3 പേരും കൂടി ഒരുമിച്ച് പറയുമ്പോൾ അങ്കിളിന് അതിന്റെ ഗൗരവം മനസ്സിലാവാതിരിക്കില്ല. എന്താ ആന്റി? അപ്പു, എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷയില്ലല്ലേ? നീ എന്താ വന്ന? വെറുതെ നിന്നൊന്ന് കാണണമെന്ന് തോന്നി. പണ്ടൊക്കെ നമുക്ക് പരസ്പരം കാണാനും മിണ്ടാനും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടായിരുന്നു, അല്ലേ അപ്പോ? പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ മാത്രം, അതും മറ്റുള്ളവരെ ബോധിപ്പിച്ചും അനുവാദം വാങ്ങിയിട്ടൊക്കെ വേണം. സാരില്ല, എന്തായാലും ഇടയ്ക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് മതി. ഞാൻ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാതിരുന്ന? എന്താ ചോദിച്ച കേട്ടില്ലേ? ഫോൺ എടുക്കാഞ്ഞ എന്താന്ന്? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, എടുക്കാൻ തോന്നിയില്ല, അത്ര തന്നെ. കാരണമൊന്നുമില്ലാതെ നീ വെറുതെ പറയണ്ട. അതെന്താണെന്ന് എനിക്ക് ഊഹിക്കാം. എന്ത്? എൻ്റെ ഒപ്പം അന്ന് ജോബിനെയും കൂടി കണ്ടത് നിനക്കിഷ്ടായില്ല, അതല്ല കാര്യം? ഹേയ്, അതൊന്നുമല്ല. നിന്റെ ഒപ്പം പുള്ളിക്കാരനുണ്ടെന്ന് വെച്ച് എനിക്കെന്താ? ജോബിനെന്നല്ല, ആരായാലും എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. ഓഹോ, അങ്ങനെയാണോ? പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? അത് പറഞ്ഞേ. ചോദിച്ച കേട്ടില്ലേ? പറഞ്ഞല്ലോ, തോന്നിയില്ല, അത്ര തന്നെ. ശരി, വിശ്വസിച്ചു. അല്ല, ഇതെങ്ങനെ ഒപ്പിച്ചു? എന്താ സംഭവം? ഓ, കാര്യമായിട്ടൊന്നുമില്ല. റെസ്റ്റ് ഒന്ന് സ്ലിപ്പായി. ഇപ്പൊ ഒരുവിധം ഓക്കെ ആയി. മുരളിയങ്കള എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഞാൻ അറിഞ്ഞു. ഒരു കാര്യം മനസ്സിലായില്ലേ അപ്പോ? 2 കൂട്ടർക്കും ശത്രുതയും ദേഷ്യമൊക്കെ പുറമേ ഉള്ളൂ. നമുക്കെന്തെങ്കിലും പറ്റിയ ഒക്കെ മറന്ന് ഓടിയെത്തുന്ന ബോധ്യായില്ലേ? ഇപ്പൊ ഞങ്ങള് വന്നപ്പോഴും ഗീതാന്റെ എന്ത് സ്നേഹമായിട്ടാ സ്വീകരിച്ചത് ഒക്കെ കാണുമ്പോ ഒരു കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്നെങ്കിലും പരസ്പരമുള്ള ഈ ശത്രുതയും വഴക്കുമൊക്കെ മറന്ന് നമ്മുടെ വീട്ടുകാരെ പഴയതുപോലെ ആവുമെന്ന്. എന്താ, നിനക്കങ്ങനെ തോന്നില്ലേ?
എനിക്കങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാ എനിക്കുണ്ട്. എല്ലാം മാറി പഴയതുപോലെ ആവുംന്ന് നീ നോക്കിക്കോ. മാറുമായിരിക്കും. നീ പറഞ്ഞതുപോലെ എല്ലാം പഴയതുപോലെ ആവുമായിരിക്കും. പക്ഷെ ആരൊക്കെ എത്ര മാറിയാലും നമ്മുടെ റിലേഷൻ പഴയതുപോലെ ആവില്ലല്ലോ. എന്താ തോന്നുന്നുണ്ടോ നിനക്കങ്ങനെ? അല്ല, നീ നേരത്തെ ഞങ്ങൾ വന്നപ്പോ ഒന്ന് പറഞ്ഞല്ലോ. ആരാ നിന്റെ കൂടെ വന്ന്? അശ്വതി ആന്റിയാ? അല്ല, ഞാനും ഡോക്ടറും. ജോബിൻ അല്ലേ? ഉം. ഇപ്പൊ ഏത് നേരം രണ്ടാളും ഒരുമിച്ച് തന്നെയല്ലേ? ശരിക്കും അയാൾ നിന്നെ പ്രപ്പോസ് ചെയ്തോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്, അത്രേ ഉള്ളൂ. അത്രയൊന്നും അല്ലെന്ന് എനിക്കറിയാം. ഞാൻ പിണങ്ങൂന്ന് കരുതി നീ സത്യം മറച്ചു വെക്കണ്ട. എനിക്ക് പിണക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർ ജെനുവിൻ കക്ഷിയാണെന്നാ തോന്നുന്നത്. നിന്നെ പോലൊരാൾക്ക് അയാൾ നല്ല മാച്ചാ. ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാമാളൂ. എന്റെ ലൈഫ് ഇങ്ങനെ വഴിമുട്ടി നിൽക്കുമ്പോഴും നിന്റെ ജീവിതം സേഫായല്ലോ. ആ ഡോക്ടർ നിന്നെ പ്രപ്പോസ് ചെയ്താലും അങ്കിളും ആന്റിയും ഒന്നും എതിർക്കും തോന്നുന്നില്ല. ഹലോ, എക്സ്ക്യൂസ് മീ, നമുക്ക് അങ്ങോട്ട് പ്രവേശനമുണ്ടോ? യെസ്, ഈ മുറിയിൽ താമസിക്കുന്നത് ഒരു റെയർ സ്പെസിമെൻ ആയതുകൊണ്ടേ പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിരിക്കുക. എന്നാലും ഡോക്ടർക്ക് പെർമിഷൻ ഉണ്ട്. കമാൺ. താങ്ക് യു. നമുക്ക് ഇവിടെ നിൽക്കാം. പിന്നെ എന്തൊക്കെയാ തന്റെ വിശേഷങ്ങള്? എന്ത് വിശേഷം? ഇങ്ങനെ പോകുന്നു. അല്ലടോ, ഒരു സംശയം. ഇടയ്ക്ക് ഇങ്ങനെ ബുള്ളറ്റുമായി എവിടെയെങ്കിലും കമിഴ്ന്നടിച്ച് വീഴണമെന്ന് നേർച്ച വല്ലതുണ്ടോ തനിക്ക്? ഈ മാസത്തെ കോട്ട കഴിഞ്ഞോ? കഴിഞ്ഞു. ഈ മാസത്തെ എന്നല്ല, ഈ വർഷത്തെ തന്നെ കോട്ട കഴിഞ്ഞു. പോരെ? ഏയ്, അങ്ങനെ പിശുക്കൊന്നും കാണിക്കണമെന്നില്ല. പിന്നെ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. വീഴുന്നത് എപ്പോഴും പരിചയക്കാരുടെ മുന്നിലാവുന്നതുകൊണ്ട് അപ്പൊ തന്നെ മെഡിക്കൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടല്ലോ. എടോ, താൻ ഓക്കെ അല്ലേ? ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ്, ഒരു കുഴപ്പമില്ല. ഐ ആം ഓൾ റൈറ്റ്. കുറച്ച് ദിവസത്തേക്ക് ആ ബുള്ളറ്റിനൊന്ന് ലീവ് കൊടുക്ക. ടേക്ക് റെസ്റ്റ്. എന്താടോ, കൂട്ടുകാരിക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞപ്പോ സമാധാനമായത് എനിക്ക്. ആക്സിഡന്റിന്റെ കാര്യം അറിഞ്ഞിട മുതല് എനിക്ക് ഒരു സമാധാനം തന്നിട്ടില്ല തന്റെ ഈ ഫ്രണ്ട്. അതാ എന്തും വരട്ടെ എന്ന് കരുതി നേരിട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. നമ്മളിത്തിരി ബുദ്ധിമുട്ടിയാലും ഇവിടെ ഒരാളുടെ ടെൻഷൻ മാറിക്കിട്ടുമല്ലോ. കൂട്ടത്തിൽ ഡോക്ടർക്കൊരു ടൈം പാസ് ആവുമല്ലോ അല്ലേ? ഏയ്, എനിക്കെന്ത് ടൈം പാസ്? ഞാൻ മാളവിക നിർബന്ധിച്ചപ്പോ ഉരുളുണ്ട് ഡോക്ടറെ. ഞാനും അരിയാഹാരം തന്നെയാ കഴിക്കുന്നത്. എനിവേ, രണ്ടുപേർക്കും മൈ വിഷസ് ഇൻ അഡ്വാൻസ്. താങ്ക് യു. അല്ല ഡോക്ടറെ, ഒരു സംശയം. എന്താ? നമ്മുടെ നാട്ടില് ഈ കോളേജിനും ഹോസ്പിറ്റലിനും ഒക്കെ അവധിയാണോ? ഉവ്വ, തന്റെ ചോദ്യത്തിന്റെ അർത്ഥം പിടികിട്ടി. വേഗം സ്ഥലം കാലിയാക്കി തരണമെന്ന് അല്ലേ? അയ്യോ സോറി, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഉദ്ദേശിച്ചത് എന്താണെങ്കിലും നമുക്ക് ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി ചങ്ങാതി. അല്ല, താനിപ്പോ വരുന്നുണ്ടോ അതോ? ഞാനും വരുന്നുണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പോ. കാര്യങ്ങളൊക്കെ ആന്റി എന്നോട് പറഞ്ഞു. തൽക്കാലം ഇങ്ങനെ അങ്ങ് പോട്ടെ. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് നോക്കാന്നേ. എന്നാ ശരി. പോട്ടെ അപ്പു, ഇടയ്ക്ക് ഇതുപോലെ വരാം.